ടു ദ വീഡിയോ. അപ്പോൾ എനിക്കറിയാം എൻ്റെ ചാനലിൽ അത്യാവശ്യം കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നത് നിർത്തിയത്. അതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ജീവിതത്തിലല്ല, കമ്പനിയിൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ ഞാൻ കമ്പനിയുടെ പേരോ പ്രശ്നമുണ്ടാക്കിയ ആളുടെ പേരോ ആർക്കാണ് പ്രശ്നം പറ്റിയതെന്നോ ഒന്നും തന്നെ പറയുന്നില്ല. കാരണം അത് പിന്നീട് വേറെ വല്ല പ്രശ്നമൊക്കെ ആയിരിക്കും. അപ്പോൾ പ്രശ്നം എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ബസ്സും കാര്യങ്ങളൊക്കെ വന്നു. അതാണ് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നിർത്തിയത്. ഞാൻ തിരിച്ചിങ്ങോട്ട് കമ്പനിയിലോട്ട് തന്നെ വന്നതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കമ്പനിയിലെ പ്രശ്നവും കാര്യങ്ങളൊക്കെ. അപ്പോൾ കമ്പനിയല്ല പ്രശ്നം. കമ്പനിയിൽ ചിലർ നമ്മളടുത്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തന്നെ കാണും. അതിപ്പോൾ ഈ കമ്പനിയെന്നല്ല, എല്ലാ കമ്പനിയിലും അങ്ങനെ ചിലർ കാണും. അവരുടെ ഭാഗത്തായിരിക്കും തെറ്റ് മൊത്തം. പക്ഷേ അവരത് നമ്മുടെ ഭാഗത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു കമ്പനിയിൽ. അത് കമ്പനിയുടെ ഭാഗത്ത് തെറ്റുകൊണ്ടുമല്ല, അവൻ്റെ ഭാഗത്ത് തെറ്റുകൊണ്ടുമല്ല. അവൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ സമ്മതിക്കാം. പക്ഷേ തെറ്റ് അവൻ്റെ ഭാഗത്തെ അല്ല. അതായത് അവൻ ഇടയ്ക്കൊരു ദിവസം ലീവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ലീവും കാര്യങ്ങളും എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുവിട്ടുകൊണ്ട് വന്ന വണ്ടിയിൽ ചെറിയ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് അവൻ അങ്ങോട്ട് തന്നെ പോയി. അതായത് അവരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ അവനും പോലീസ് സ്റ്റേഷനിൽ പോയി. അതുകൊണ്ട് അവന് വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് അവനിവിടെ സൂപ്പർവൈസറെയും ബാക്കി എല്ലാവരെയും വിളിച്ച് പറയേണ്ടവരോടെല്ലാം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. പക്ഷേ അവരും കമ്പനി വർക്കിൻ്റെ തിരക്കിലായതുകൊണ്ട് അവരെടുത്തില്ല. അപ്പോൾ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ സൂപ്പർവൈസറല്ല, വേറെ കമ്പനിയിൽ ഞങ്ങളുടെ തൊട്ട് മുകളിലുള്ളൊരു സ്റ്റാഫ്, അപ്പോൾ പേരും ബാക്കി ഡീറ്റെയിൽസും ഒന്നും ഞാൻ പറയുന്നില്ല, ഞങ്ങളുടെ തൊട്ട് മുകളിലുള്ളൊരു സ്റ്റാഫ്, പുള്ളിക്കാരൻ അവനെ വിളിച്ചിട്ട് നേരെ സൂപ്പർവൈസറുടെ അടുത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഇങ്ങനെ കാരണമൊക്കെ പറഞ്ഞു. ഇവൻ എപ്പോഴും ഇങ്ങനെ ലീവാണ്, കഴിഞ്ഞ ദിവസം ലീവ് എടുത്തിട്ട് വിളിച്ച് പറഞ്ഞില്ല. അപ്പോൾ അവൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസും കാണുമെല്ലാം കാണിച്ചു. അവൻ സൂപ്പർവൈസറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം കാണിച്ചപ്പോഴത്തേക്ക് പിന്നെ കാര്യവും പറഞ്ഞു. ഇങ്ങനെ പ്രശ്നം പറ്റി, പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ആയിരുന്നു, അതുകൊണ്ട് ആ കോളും കാണലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാഞ്ഞ് അങ്ങനെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, ഇല്ല പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല, അങ്ങനെ അങ്ങനെ. അപ്പോൾ അതങ്ങ് ഒതുങ്ങി തീർന്നു. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ആ പുള്ളിക്കാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുവാ നീ വേറെ കമ്പനി വല്ലതും നോക്കുന്നുണ്ടോ, അടുത്ത ആഴ്ച എന്തായാലും നീ പുറത്താവുമെന്ന് എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച എന്തോ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞങ്ങളിവിടെ കട്ടിങ്ങാണ് ചെയ്യുന്നത്, ലേസർ കട്ടിങ്ങും റോബോട്ടിക് വെൽഡിങ് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ലേസറിൽ 10 mm പ്ലേറ്റ് കട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ 10 mm പ്ലേറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പ്ലേറ്റ് എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ 10 mm പ്ലേറ്റ് സ്റ്റോക്ക് ഇല്ലായിരുന്നു. ഇപ്പോൾ പുള്ളി എടുത്ത് സ്റ്റോക്കിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഒന്നും എൻ്റെ അടുത്തല്ല, സൂപ്പർവൈസർ എടുത്ത് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഇവൻ്റെ അടുത്ത് അന്നോട്ടെ ഉടക്കാനായിട്ട് തന്നെ നിൽക്കും. എന്തെങ്കിലും പറഞ്ഞാൽ ഇതുപോലെ എന്തോ ദേഷ്യപ്പെട്ടൊക്കെ വർത്താനം പറഞ്ഞു, ചീത്ത വിളിക്കും, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് ഇവൻ സൂപ്പർവൈസറെ കാണാൻ വേണ്ടിയിട്ട് പോയി. സൂപ്പർവൈസറെ കാണാൻ വേണ്ടി പോയപ്പോൾ പുള്ളി എന്തോ തിരക്കായിട്ട് ഓഫീസിലായിരുന്നു. സൂപ്പർവൈസറെ കാണാനുണ്ട്. ഇവിടെ നമുക്ക് 3-4 CNC ഉണ്ട്. അപ്പോൾ അടുത്ത CNCയിലുള്ളൊരുത്തൻ്റെ അടുത്ത് അവിടെ പേരുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അപ്പം ഇപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്മളെ ചീത്തയും കാണലൊക്കെ വിളിക്കാറുണ്ട്. നമ്മളത് മൈൻഡ് ആക്കാറില്ല. സീനിയർ ഓഫീസർ അങ്ങനത്തെ ആ ഒരു മൈൻഡിൽ ചീത്ത വിളിക്കുന്നത് നമ്മൾ കാര്യമാക്കാറില്ല. അപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും പുള്ളി ചീത്ത വിളിക്കും, എന്നാലും നമ്മളത് മൈൻഡ് ആക്കാറില്ല. അപ്പം പ്ലേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ അങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്ക് ഇവൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ ഇവിടെ? അപ്പോൾ ഇവൻ പറഞ്ഞ് പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരനുടനെ എടുത്ത വായിലെ പറഞ്ഞ്, പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഒരു ചീത്ത പറഞ്ഞു. ഇവൻ്റെ കാലിൻ്റെ ഇടയിലാണോ അങ്ങനെ ഒരു ടോക്ക്, അങ്ങനെ ഒരു വർത്താനം പറഞ്ഞു. പ്ലേറ്റ് വന്ന് നോക്കുന്നത് അങ്ങനെ പറഞ്ഞു. ആ ചീത്ത വിളിക്കുമായിരുന്ന കുഴപ്പമില്ല. ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവന് ദേഷ്യമായി. അവൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനത്തെ വർത്താനമൊക്കെ പറയുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇടിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളിക്ക് വാശിയായി. പുള്ളി വീണ്ടും ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ കുറേ ചീത്ത വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനും തിരിച്ച് ചൂടായി. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിയായി. കയ്യാങ്കളിയിലോട്ടൊന്നും പോയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിയായി. എന്നിട്ട് ബാക്കി സൂപ്പർവൈസർമാരും ഞാനും ഒക്കെ പിടിച്ചു മാറ്റി. എന്നിട്ട് ഇത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം അറിയിക്കേണ്ട സൂപ്പർവൈസറെ. ഇത് സൂപ്പർവൈസറെ ഒന്നും അറിയിക്കാതെ നേരെ ഓഫീസിലോട്ട് പോകണം. കാരണം സൂപ്പർവൈസറെ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ ന്യായം എൻ്റെ ഭാഗത്ത്. പുള്ളി ആ ഒരു ന്യായത്തിൻ്റെ ഇത് വെച്ചിട്ട് എന്തെങ്കിലും പണിഷ്മെൻറ്റ് വെച്ച് അങ്ങ് ഒതുക്കുമെന്ന് വിചാരിച്ച് ഇവനെ പറഞ്ഞു വിടണമായിരുന്നു പുള്ളി. അതായത് മെയിൻ സംഭവം. അപ്പോൾ നേരെ ഓഫീസിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓഫീസുകാർക്കും പറഞ്ഞു വിടാൻ അങ്ങനെ വലിയൊരു താല്പര്യമില്ല. കാരണം ആദ്യം ചീത്ത വിളിച്ചത് പുള്ളിയാണ്. അവൻ പറയുകയും ചെയ്തു, ചേട്ടാ ചീത്ത വിളിക്കുമായിരുന്നെ പിന്നെയും കുഴപ്പമില്ല, ഞാൻ കേട്ടോണ്ടിരുന്നത്, ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇങ്ങനത്തെ വർത്തമാനമാണോ പറയുന്നത്, അങ്ങനെയൊക്കെ അവൻ പറയുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഇങ്ങനെ ലാസ്റ്റ് ഈ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ വേണോ ഇവൻ വേണോ നിങ്ങൾ തീരുമാനിച്ചു, ഇവനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം എല്ലാ കാര്യവും നോക്കുന്ന പുള്ളിയാണ്. ഇവൻ എന്ന് പറഞ്ഞാൽ മെഷീൻ ഓപ്പറേറ്ററാണ്, CNC ലേസർ ഓപ്പറേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി കയറിയത്. അപ്പോൾ ഇവനെ പുള്ളിയെ പറഞ്ഞു വിട്ടാൽ പുള്ളിയെ പോലെ ഒരാളെ എക്സ്പീരിയൻസ് ഇവിടുത്തെ എല്ലാ കയറിയാവുന്ന ഒരാളെ പെട്ടെന്ന് കിട്ടത്തില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോഴത്തേക്ക് വേണ്ടിയിട്ട് നിർത്തിക്കോളാൻ പറഞ്ഞാൽ അവൻ നിർത്തിപ്പോയി. അപ്പോൾ ഇത് ഇത്രയും കേട്ടിട്ട് നിങ്ങൾ പറ ആരുടെ ഭാഗത്താ തെറ്റാ? നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. കാരണം നേരിട്ട് കാണുന്ന അത്രയും പറയുമ്പോൾ മനസ്സിലാവത്തില്ല. ആരുടെ ഭാഗത്ത് തെറ്റെന്ന് നിങ്ങൾ പറ. അപ്പോൾ അതായിരുന്നു സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലും പിന്നെ വീഡിയോ ഇടാനൊന്നും ഒരു മൂഡിലായിരുന്നു, അവൻ നിർത്തിപ്പോയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു വിഷമത്തിനും കാര്യമൊക്കെ ആയിരുന്നു. എല്ലാ കമ്പനിയിലും കാണും ഇങ്ങനെ ചിലരൊക്കെ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുമെന്ന് വരാൻ ഞാൻ. അപ്പോൾ ഇന്നൊരു വീഡിയോ കാണലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ആരുടെ ഭാഗത്താ തെറ്റെന്ന് നിങ്ങൾക്ക് തോന്നിയെന്ന് വീഡിയോ ആയിരുന്നു കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ടാറ്റ, ബൈ ബൈ.